ആ പർച്ചേസ് ഫയൽ നോക്കി വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ഒപ്പിട്ട് കൊടുക്കാവൂ. കഴിഞ്ഞ തവണ അവന്മാർ ചെയ്തറിയാലോ. 80,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ 10,000 സ്ക്വയർ ഫീറ്റ് കുറവുണ്ടായിരുന്നു. ഒന്നാമതേ കഷ്ടകാലമാണ്. വേണമെങ്കിൽ കൃത്യസമയത്ത് തന്നെ നിധി എന്നെ പുറത്തു വെച്ച് കാണും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് എനിക്ക് താക്കീത് തന്നിരിക്കുന്നതാ. തനിക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു കാര്യം ചെയ്യ്, ലോഡ് ഇറക്കണ്ട. ഞാൻ വന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാം. ആ ശരി. നീ നിധിയേയും കൂട്ടി എന്റെ ഓഫീസിലേക്ക് വന്നിട്ട് ഷോയും കാണിച്ചിട്ട് പോയതല്ലേ? പിന്നെ എനിക്ക് ഇപ്പോഴാ നിന്നെ കൈ കിട്ടിയത്. എന്റെ ഓഫീസിൽ കയറി വന്ന് എന്നെ നീ കൊല്ലാൻ നോക്കി. ഒരു തവണയല്ല, പലവട്ടം. എന്റെ ഓഫീസിൽ ആൾമാറാട്ടം നടത്തി കയറി എന്റെ കാര്യങ്ങൾ നിധി കൊറ്റിക്കൊടുത്ത് ഞാൻ ഒളിപ്പിച്ചിരുന്ന പവിത്രനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ നീ അവൾക്ക് സഹായം ചെയ്തു. എല്ലാം പോരാഞ്ഞിട്ട് അവസാനം എന്റെ ക്യാബിനിൽ കയറി എന്റെ മുന്നിൽ കാലുമേ കാലും കയറ്റി വെച്ച് എനിക്ക് ഭീഷണി മുഴക്കി അങ്ങ് പോയാലേ എന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന വാളായി എല്ലാ കാലവും നിന്നെ അങ്ങ് വെറുതെ വിടുമെന്നാണോ നീ കരുതിയത്? എനിക്ക് പറ്റിപ്പോയൊരബദ്ധം, നിന്നിൽ എനിക്ക് പിറന്നുപോയൊരു അസുരവിത്ത്. അവൻ മാത്രമായി ഇന്നെന്റെ ജീവിതത്തിന് ഭീഷണി. തീർക്കും ഞാൻ. നിന്നെ മാത്രമല്ല, അവനെ ഞാൻ തീർക്കും. ഇടയ്ക്ക് ഗൗതവും നിധിയും ചേർന്ന് എനിക്ക് തന്ന ചില പ്രശ്നങ്ങളിൽ ഞാനൊന്ന് പെട്ടുപോയി. അല്ലായിരുന്നെങ്കിൽ നിന്നെയും നിന്റെ മോനെയും എന്നേ കുറിവെച്ചേനെന്ന് അറിയൂടെ നിനക്ക്? ആദ്യം ഗൗതമനെ ഒന്ന് തീർത്തോട്ടെ. അവന്റെ ശവടക്ക് കഴിഞ്ഞാൽ പിന്നെ ഊഴം നിനക്കും നിന്റെ മോനോ. വെറുതെ കിടന്ന് വീമ്പിളക്കല്ലേ ചന്ദ്രബോസേ. നിനക്ക് ഗൗതമിന്റെ രോമത്തിൽ പോലും തൊടാനാവില്ല. ആ നിധിയുടെ കൂടെ ചേർന്ന് ഗൗതമനെ ജയിലിൽ നിറക്കാൻ നീ കുറെ കളികൾ കളിച്ചു. അതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. ഇനി എന്തായാലും എന്റെ ജീവിതത്തിന് ഭീഷണിയായി നീ പുറം ലോകത്ത് കിടന്ന് വിലസണ്ട. വാ, വന്ന് വണ്ടി കയറ. ഓടി രക്ഷപ്പെടാൻ നോക്കിയാ നടുറോഡാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഓടിച്ചിട്ട് പിടിക്കും. മര്യാദയ്ക്ക് വന്ന് കയറിയാൽ ഒരു ബലപ്രയോഗം ഒഴിവാക്കാം. അമ്മേ, രണ്ടുപേരും കാണുന്നില്ലല്ലോ.
ആ CKC കാണുന്നില്ലല്ലോ. അമ്മ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി കാണും. എന്തായിരിക്കും സംഭവം?